പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കറണ്ട് അടുപ്പിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പാത്രത്തിൻ്റെ മൂടി പൊട്ടിത്തെറിച്ചതാണ്, ഗ്ലാസിൻ്റെ മൂടി പൊട്ടിത്തെറിച്ചതാണ്. അവർ കഴുകി വച്ച് കുറച്ച് സമയം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ഈ ഒരു മൂടി പൊട്ടിത്തെറിച്ചതായിട്ടായിരുന്നു അവർ കിച്ചണിൽ കണ്ടിരുന്നത്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കിച്ചണാണ്, അവരെനിക്ക് ഈ വീഡിയോ വിട്ടു തന്നതാണ്. ആ സമയം കിച്ചണിൽ ആരും ഉണ്ടാവാതിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കിട്ടി. കാരണം കിച്ചണിലാകെ ഈ ഒരു മൂർച്ചയുള്ള കുപ്പി കഷ്ണങ്ങൾ ചിതറി കിടക്കുകയായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ചൂടോട് കൂടിയായിരുന്നോ നിങ്ങൾ ഇത് കഴുകി വെച്ചിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പാചകം ചെയ്യാൻ അവർ ഈ മൂടി ഉപയോഗിക്കാറില്ല. പാചകം ചെയ്യുമ്പോൾ മൂടി വയ്ക്കാൻ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പ് അവർ ഉപയോഗിക്കാറില്ല. ബാക്കി വന്ന ഫുഡൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് അവരിത് ഉപയോഗിക്കാറ്. ചൂടോട് കൂടിയൊന്നല്ല കഴുകി വെച്ചത്, സാധാരണ പോലെ ചൂടൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കഴുകി അങ്ങനെ വെച്ചതായിരുന്നു. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ, വലിയ ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു രംഗമാണ് അവർ കണ്ടതെന്ന് പറഞ്ഞു. കിച്ചണിൽ ആ സമയത്ത് ആരും ഇല്ലാതിരുന്നതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കിട്ടി. ചെറിയ കുട്ടികളൊക്കെ ഉള്ളൊരു വീടായിരുന്നു. ഞാനിതേക്കുറിച്ച് പലരോടും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു പലർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഈ ഒരു പാത്രം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. ഒരാൾ ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് ഈ ഒരു അടുപ്പ് വെച്ച് മൂടി കിച്ചണിൽ നിന്ന് പോയി കുറച്ച് സമയം കഴിഞ്ഞ് വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് കിച്ചണിലേക്ക് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ ഈ ഒരു ചില്ല് ആകെ ചിതറി കിടക്കുന്നതാണ് അവർ കണ്ടത്. ഈ ഒരു പാത്രത്തിൻ്റെ മൂടി പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ ചില്ല് ഉപ്പേരിയിലും കിച്ചണിലൊക്കെ ആകെ ചിതറി കിടക്കുന്നതാണ് അവർ കണ്ടത്. അപ്പം കിച്ചണിൽ ആളുണ്ടാകുന്ന സമയത്താണെങ്കിൽ കണ്ണിലൊക്കെ വന്ന് കൊള്ളുമായിരുന്നു. അത്രയും മൂർച്ചയുള്ള കുപ്പി കഷ്ണങ്ങളായിരുന്നു. കണ്ണിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഒക്കെ വന്ന് പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അപകടം സംഭവിക്കും. ഇതുപോലെയുള്ള പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.